ആസാമിലുള്ള ബോർബത്തർ റോഡ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് നമ്മുടെ ആസാമി കുട്ടി മോറോമി നാം. അയ്യോ, ഹിന്ദിയൊക്കെ കയറി വരുന്നു. പേര് മോറോമിയാണ്. അടുത്ത് നിൽക്കുന്നതൊരു മലയാളി ഒന്നിനും കൊള്ളാത്ത ശിശിര. ഒരു ഹായെങ്കിലും പറയടേ, ഹായ് പറയടേ. ഓർക്കാ നമ്മുടെ കേരളം പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. ഇപ്പം ഞാൻ കണ്ടത്, ഇപ്പം ഇങ്ങോട്ട് വന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഒക്കെയാണ് കണ്ടത്. നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഒരുപാടൊന്നും ആസാമിലോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. ഇങ്ങനെ ഇപ്പോൾ ഈ ട്രെയിനിൽ വന്ന സമയത്ത് കണ്ടതാണ്. കുഞ്ഞു കുഞ്ഞു വീടൊക്കെയാണ്, പിന്നെ വെച്ചിട്ടുള്ള വീടൊക്കെയാണ് കണ്ടത്. ഈ നിൽക്കുന്ന കുട്ടിയുടെ അടുത്ത് ചോദിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അയ്യോ, ഈ നിൽക്കുന്ന ശിശിരയില്ലേ, ഒന്നിനും കൊള്ളാത്തതൊന്നും അല്ല കേട്ടോ. നമ്മളെ അക്കൗണ്ടിൽ പൈസ വരണമെങ്കിൽ ഈ ശിശിര വിചാരിക്കണം, നമ്മളെ മലയാളി. बोल दिया मैंने बताया। मोरोमी को पूछ के मैंने ये स्टेशन का नाम भी मेरे को जानकारी मिल गया, सब कुछ बोल दिया मैंने. ഇത് നമ്മുടെ ആസാമിലെ മാഡമാണ്. ഇത് 3 പേരും. ഇനിയും കുറേ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആസാമിലെ മാഡം. ഇവരുടെ ലാംഗ്വേജ് കേട്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഞാനിവരോട് 3 വർഷമായി ഡ്യൂട്ടി ചെയ്യുന്നത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ എന്താ പറയുന്നത്. പിന്നെ ഇവർക്കുള്ള ബോഡി ലാംഗ്വേജൊക്കെ നോക്കിയിട്ടാണ് ഇവർ പറയുന്നത് ഇന്നതായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ ആദ്യം ഇരിക്കുന്ന കുട്ടിയുടെ പേര് മോറോമി എന്നാണ്. അവളെ കല്യാണം കഴിഞ്ഞ്. പിന്നെ രണ്ടാമതിരിക്കുന്നത് ബാസ്വതി, ബാസു എന്ന് നമ്മൾ ഷോർട്ടിൽ വിളിക്കും. ഇത് റിജു സൈക്കിയ. ഇത് ആസാമിലുള്ള വീടുകളാണ് ഇതൊക്കെ. ഇവിടെ അധികം അവർ വീട് കെട്ടിയിട്ട് നമ്മൾ ഓടോ അല്ലെങ്കിൽ ഓലയോ അല്ലെങ്കിൽ നമ്മൾ ചത്തൊക്കെ ഇടത്തില്ലേ, അതിന് പകരം അവർ ടിന്നെയാണ് ഇടുന്നത്. അധികവും അങ്ങനത്തെ വീടുകളാണ്. ചത്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ടെറസ് വീടുകൾ നമ്മൾ വാർക്കത്തില്ലേ, വാർക്കുന്നതിന് പകരം ഇവർ കെട്ടി പൊക്കിയിട്ട് പിന്നെ അതിൽ ടിന്നെ ഇടും. ഇങ്ങനെ അതുപോലെ ഷീറ്റ് അധികം ഇങ്ങനെയാണ് ഷീറ്റൊക്കെ ഇട്ടിട്ട്. അത് ബംഗാളിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഷീറ്റാണ് അവരധികം ഇടുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ചക്കയൊക്കെ ഉണ്ട്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അരികിലുള്ള വീടുകളൊക്കെയാണ്. എന്നാലും ഇതൊക്കെ കണ്ടിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് അടച്ചുറപ്പൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം ഇതിൻ്റെ നോക്ക് അങ്ങ് എന്താ പറയുക, മോശമാണ്. അതായത് ഇങ്ങനെ ടാർപ്പയൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും മറച്ച് വയ്ക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഒരു അടച്ചുറപ്പുള്ളതായിട്ട് തോന്നുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ.
മക്കള് നോക്കിക്കൊണ്ടിരിക്കുന്നതന്നെ. ട്രെയിൻ ആകെയാ. क्या उधर भी बच्चे लोग हैं क्या? ഇതാ അവിടെ നിൽക്കുന്ന ചെറിയ ഇത് ആ മക്കളങ്ങ് കയറിപ്പോയി. ഒരു ചെറിയ 1-2 കുട്ടികളുണ്ടായിരുന്നു. അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന മാങ്ങയും പിന്നെ ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കൊടുത്ത് പാവം നോക്കിക്കൊണ്ട് നിൽക്കും. നോക്ക് ഇത് നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനാടാ ഇപ്പോൾ കഴിഞ്ഞ്? കോനെ क्या കൊടുക്കടാ കൊടുക്ക് ജയശ്രീ കൊടുക്ക്. പാവം പിടിച്ചു പക്കടോ പാവം. എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷൻ്റെ അരികിലൊക്കെ ഇങ്ങനെ കുറേ പേരല്ലേ, പാവങ്ങൾ, എത്ര പാവങ്ങളുണ്ട്, വീടൊന്നും ഇല്ലാതെ അവരെന്ത് ചെയ്യല്ലേ? സർക്കാർ ഇത് സർക്കാർ ഭൂമിയാണല്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളത്. ഏത് നാട്ടിൽ ചെന്നാലും കാണുമല്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇങ്ങനെ പാവങ്ങൾ ഒരുപാട്. പക്ഷെ ഇവിടെ ഇപ്പം കണ്ടിട്ട് എന്താണെന്നറിയാമോ, പിന്നെ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ടിന്ന് വെച്ചിട്ട് അങ്ങനെയെങ്കിലും അല്ലേ, ടിന്ന് വെച്ച് മറിച്ച് 4 സൈഡും അങ്ങനെ. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ പോളിത്തീൻ ഇങ്ങനെ ടാർപ്പൊക്കെ വെച്ചിട്ടല്ലേ കെട്ടിയിട്ട്. ഇത് ആസാമിൻ്റെ രാവിലത്തെ സുന്ദരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഏകദേശം നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായിട്ടുണ്ട്. രാവിലെ തന്നെ ഈ വയലുകളും ഒക്കെ കാണുമ്പോൾ എന്താ ഒരു മനസ്സിനൊരു സന്തോഷവും മൊത്തത്തിലൊരു എനർജിയും ഒക്കെ തരുന്ന കാഴ്ചയാണ് ഇതൊക്കെ. നല്ല പച്ചപ്പ്. അതെന്താടാ ഇതെന്താ? ഇത് താമരയാ അവിടെ കിടക്കുന്നേ? ഇത് ആമ്പല എന്താടാ അത്? എന്ത് ലില്ലിയോ? താമരയല്ല, ലില്ലിയോ? അങ്ങനൊരു ചെടിയുണ്ട്. ചായപ്പത്തി
കടയല്ലേ തേയിലയുടെ? വാ സൂപ്പർ വീടല്ലേ ഇത്, നോക്ക് അടിപൊളി വീട്. एक अच्छा घर देख लिया, सुंदर. ഇത് നമ്മുടെ നാട്ടിലുള്ള എന്തോ കലമ്പട്ടി പോവാ, അതല്ലേ നമ്മളെ കാണുന്നത്? അല്ലേ ഒരു വയലറ്റ് ആണ്. നമ്മള് കലമ്പട്ടി പൂവെന്ന് പറയും. ഓരോ സ്ഥലത്തും വേറെ പേരായിരിക്കും. എന്താടാ? നടപ്പാതയൊക്കെ നോക്ക് വീട്ടിലോട്ട് പോണ അല്ലേ? വീട്ടിലോട്ട് പോണ നടപ്പാതയൊക്കെ നല്ല രസമുണ്ടല്ലേ? हाँ लेकिन सारा घर में टिन्ना लगाते हैं ना, छत नहीं डालते हैं क्या? ओ लेकिन देखने में तो सुंदर लग रहे, पता है? वो भी घर है क्या वो? हाँ हाँ हाँ. രസമുണ്ടല്ലേ? നോക്കിങ്ങനെ മുകളില് ഞാനൊരു പാവം ഗോപിക മോഹിച്ചു പോയില്ലേ, ഞാൻ മോഹിച്ചു പോയില്ലേ. वो क्या है रुजू? वो चला गया. നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്, ഡിബ്രൂഗഡ്. അപ്പോൾ ആസാമിലൂടെയുള്ള എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.